ഹായ് ഹലോ വീടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ ക്രിസ്മസിന്. അപ്പോൾ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ. ഒരു 2 ടൈപ്പ് ബോട്ടിൽ ഞാനിപ്പോൾ ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ബോട്ടിലായിട്ട് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു 2 ടൈപ്പ് ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്തത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ കമന്റ് ചെയ്ത് പറയണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബോട്ടിലായിട്ടൊക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ. ക്രിസ്മസ് ഒക്കെ അല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പൊ ഈ ഒരു ബോട്ടിലാണ് നമ്മൾ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ പുറമെ വല്ല സ്റ്റിക്കറോ ഗമ്മോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോഴാണ് ഇതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ. നന്നായി കഴുകിയിട്ടുണ്ട്, ഉണക്കി വെക്കുക. ഇനി നമുക്കിതിൽ പെയിന്റ് കൊടുക്കാം. ഇത് ആക്രിലിക് കളേഴ്സ് ആണ്, റെഡ് കളറാണ് എടുത്തേക്കുന്നത്. നമ്മൾ ക്രിസ്മസ് തീം ആയിട്ടല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഒരു റെഡ് ഗോൾഡൻ കോമ്പിനേഷനിലാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ സ്പോഞ്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ. സ്പോഞ്ച് കൊണ്ടാണ് ഇത് പെയിന്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സാധാരണ ബ്രഷ് വേണമെങ്കിൽ എടുക്കാം, ഒരു പാടൊക്കെ വീഴില്ലേ, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് സമയം എടുക്കും. അപ്പം ഇങ്ങനത്തെ സാധാരണ നമ്മൾ കിച്ചണിലൊക്കെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ, അതിൻ്റെ പുറകിൽ വരുന്ന സ്പോഞ്ചാണ് കേട്ടോ ഇത്. അതെടുത്തിട്ടാണ് ഇപ്പോൾ പെയിന്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പേപ്പർ വെച്ചിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ താഴെ മുഴുവനും പെയിന്റ് ആവും. പെയിന്റ് ചെയ്യുന്നതിനൊക്കെ മുന്നേ ഈ സ്പോഞ്ച് ഒന്ന് വെറ്റാക്കി വിടുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് രണ്ടാമതൊരു കോട്ടിങ് കൂടെ കൊടുക്കണം കേട്ടോ. ഇപ്പം ഇതേ ഞാൻ 2 കോട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട്, 2 തവണ അടിച്ചു കൊടുത്തിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനിതിൽ സ്റ്റാറിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവാം കേട്ടോ. ഇങ്ങനെയുള്ള സ്റ്റിക്കറൊക്കെ വാങ്ങിക്കാൻ കിട്ടും, 5 രൂപ 10 രൂപയൊക്കെ ഉള്ളൂ. ഇതാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോണേ കേട്ടോ. ഇതേ നമ്മൾ ഫുള്ള് സ്റ്റാർ വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഞാൻ ഗോൾഡൻ കളർ പെയിന്റ് അടിക്കാൻ പോവാം. ഇപ്പോൾ ഗോൾഡൻ കളർ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റാർ സ്റ്റിക്കർ ഉള്ളതെല്ലാം പറിച്ചെടുക്കാം. ഇങ്ങനെ എല്ലാതും വിളക്കി മാറ്റാം. ഇതിപ്പോൾ ഫുള്ള് സ്റ്റിക്കർ പറിച്ചെടുത്തു കേട്ടോ. ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോഴേ ശ്രദ്ധിക്കണേ, ചിലപ്പോൾ നമ്മൾ സ്റ്റിക്കറിൻ്റെ കൂടെ തന്നെ റെഡ് കളറും കൂടെ പോരും, പെയിൻറ്റും കൂടെ പോരും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. ഇനി അഥവാ പോന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ 1-2 എണ്ണമൊക്കെ അങ്ങനെ പോന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ റെഡ് കളറ് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് ആ ഒരു പോയ സ്ഥലത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുക. കണ്ടോ, നമ്മുടെ സ്റ്റാർ ബോട്ടിൽ റെഡി. ഇനി അടുത്ത കോട്ടിൽ എങ്ങനെയാ ചെയ്തേന്ന് നോക്കാം. ഇനി ഇതിന് ഒരൊറ്റ കോട്ടിങ്ങേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വൈറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലാക്ക് കളർ ഉണ്ടോ, അതൊന്ന് മങ്ങിയിരിക്കാനാണ് വൈറ്റ് കൊടുത്തേക്കുന്നത്. നമുക്ക് നേരത്തെ പോലെ തന്നെ ഗോൾഡൻ പെയിന്റ് അടിക്കാം. ഇപ്പൊ ഇതേ ഗോൾഡൻ പെയിന്റ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് വൈറ്റ് കോട്ടിങ് കൊടുക്കുന്നത് നിർബന്ധമില്ല കേട്ടോ. ആ ബ്ലാക്ക് പ്രിന്റ് മാറാത്തത് കൊണ്ടാണ് ഞാൻ വൈറ്റ് കോട്ടിങ് കൊടുത്തത്. ഇനി ഇതിന് ഗ്ലിറ്റർ കൊടുത്തിട്ട് കുറച്ചുകൂടെ ഭംഗിയാക്കാൻ പോവാണ്. അതിന് ഞാൻ എടുത്തേക്കുന്നത് സാധാരണ നമ്മുടെ ഫെവിക്കോൾ ആണ് കേട്ടോ. കുറച്ചധികം എടുക്കുക, നല്ല തിക്കാക്കിയിട്ട് കൊടുക്കേണ്ടതാണ്. നമുക്ക് ഗ്ലിറ്റർ ഇങ്ങനെ ഒട്ടി പിടിക്കണമല്ലോ, കുറച്ചധികം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് ആ ബ്രഷ് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒന്ന് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എടുക്കാവുള്ളൂ, അധികം എടുക്കരുത്, ഗ്ലിറ്റർ ഒട്ടില്ല. ഇനി നമ്മൾ അതൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ആ ബോട്ടിലേക്ക് നല്ല തിക്കാക്കിയിട്ട് തന്നെ ഗമ്മ് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നല്ല തിക്കാക്കിയിട്ട് അപ്ലൈ ചെയ്യുക ഗ്ലൂ.
ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കാം. ഇതിപ്പോ സാധാരണ ഈ ഒരു ചെറിയ പാക്കറ്റിന് 5 രൂപ 10 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല തിക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇടുന്നത് കൊണ്ട് താഴെ പോകുന്നതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എടുത്തിട്ട് പിന്നെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് ഡ്രൈ ആയിട്ട് നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഗ്ലിറ്റർ മുഴുവൻ താഴെ പോകും. ഇത് ഡ്രൈ ആയിട്ട് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇപ്പൊ ഞാൻ 2 ബോട്ടിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ 2 ബോട്ടിലിനും കൂടി 3 പാക്കറ്റ് ആവശ്യം വന്നുള്ളൂ, ഈ ചെറിയ പാക്കറ്റ്. അപ്പൊ അതേ 2 ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഭംഗിയുണ്ടോ? ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.